അഫയേഴ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ പോളിസി നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇത്തരമൊരു നയം നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടന്നത്? 113ാമത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിൾ ഏതാണ്? ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളാണ് ഹരിതവാഹിനി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര്? ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേരാണ് ആൻഡേഴ്സൺ തെണ്ടുൽക്കർ ട്രോഫി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടത്ത്. കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതി ഏതാണ്? മലയാള കൃതി റാം കെയർ ഓഫ് ആനന്ദി. അതിൻ്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ. ISSലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കണു അല്ലേ? അപ്പോൾ അദ്ദേഹം എന്തായിരിക്കും? ദൗത്യം വിജയിച്ചാൽ ISSലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഓക്കെ.